ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ NHKL60 വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ എനിക്കെന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ട് ഊട്ടിയിൽ. അപ്പോൾ നമ്മൾ ഈ വണ്ടി മേലൊക്കെയാണ് ഒപ്പം കൂടി ഇതാ ഇവർ ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയാണ് കൂട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് കാണിക്കാമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം വ്ളോഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നായിട്ട് നമ്മളെ മൂഡ് ഔട്ടായി ലാസ്റ്റ് എങ്ങനെയും ആ കുളവും. പിന്നെ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ ഷോർട്ട് വീഡിയോ ലാസ്റ്റ് ഇടാൻ തുടങ്ങിയത്. അതിന് നല്ല സപ്പോർട്ടുണ്ട്, വളരെയധികം നന്ദി. അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ നന്ദി ഉണ്ടാവും, കുറച്ചും കൂടി നന്ദി ഉണ്ടാവും കേട്ടോ. അപ്പം പോവാം. സ്പീക്കറുണ്ട്, അത് എടുത്തിട്ട് വന്നു. അപ്പോൾ ഈ സ്പീക്കർ എടുക്കുന്ന സമയത്ത് ഇവർക്ക് മുട്ടായി അല്ല കുറുക്കുറൊക്കെ എടുത്തിട്ട് പാടാന്ന് പറഞ്ഞപ്പോൾ ഇവരെടുത്തിട്ട് വന്നതാണ് ഈ ₹50 മുട്ടായി. ദാരിദ്ര്യങ്ങൾ എവിടെ നിന്ന് ശരി അവർ ലിസയാണ് കടയിൽ, നമ്മളെ കടയിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ഇല്ലോരും കണക്കാ, ഇവർ പോയവരും കണക്കാ. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഡല്ലൂർ കഴിയാനായിട്ടുള്ളൂ. ഗൈസ്, നമ്മളിപ്പോൾ മേലെ ഗൂഡല്ലൂര് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് സൂചിമല എന്നൊക്കെ പറയും. നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ എത്തി. ഇന്നിപ്പോൾ ഗൂഡല്ലൂരുകാർക്ക് ഇത് പുത്തിരിയൊന്നുമല്ല, നമ്മളെ ഒരു മീറ്റിങ്ങിന് പോവാണ് ഞാൻ. അപ്പോൾ ഇവർ ഇതിൻ്റെ പിന്നാലെ കൂടിയാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതേമാതിരിയാണ്. അപ്പോൾ നമ്മളെ പിന്നെ അയ്യോ അങ്ങനെയാണോ? ഇന്ന് വണ്ടി ഇപ്പൊ തിരിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടാ. ആകെ 4 കിലോമീറ്റർ മേലേക്ക് വന്നിട്ടുള്ളൂ. ഞങ്ങള് നിർബന്ധിച്ചത് കാരണമാണ് ഞങ്ങള് പറഞ്ഞത്. അങ്ങനെയാണോ? അനുവിനെന്താ പറയാനുള്ളത്? അങ്ങനെ പറയല്ലേ, അനുവിനെന്തോ പറയാനുണ്ട്, പറയാനു. അജുനെന്താ പറയല്ലേ? അപ്പൊ ആരെ ഫാസി എന്താ ഉറങ്ങുക? ഫാസി ഉറങ്ങാനാ വന്നിക്കണേ. ഫാസി ഒരു പാട്ടടിക്കാം, നല്ല അടിപൊളി ഒരു പാട്ടടിക്കാം. എന്നാ ശരി, അനു അന്റെ പാട്ട് പാടനു, നല്ല വൈബ് പാട്ട് തന്നെ പാടനു. പാട് 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 പാട്, കയ്യില് പിടിച്ച് പാടിക്കോ. പാടിക്കോ, കുറിച്ച് കൊടുക്കും. നല്ല പാടി, എന്തേലൊക്കെ പാടി. അന്റെ പാട്ടില്ല, മറ്റേ പാട്ട് ആ പാടി. എല്ലാരും ക്ലാപ്പ് പാട് പാട് പാട്. അജു പാട് മര്യാദ പാട്. ഇവിടെ നല്ല അജു നല്ല പാട്ടുകാരനാ. പക്ഷെ എങ്ങനെയാണെന്നറിയാമോ, എനിക്ക് ബാത്റൂമിൽ പോയാലാണ് പാട്ട് വരുള്ളൂ. ഇന്റെ മാതിരി തന്നെ ഞാനും തന്നെ. ഞാൻ പിന്നെ ഒടുക്കത്തെ പാട്ടുകാരനാ. എന്തോ ഒരു രീതിക്കാരോ പാട്ട് മാത്രല്ല, മൗലൂദ് വരെ പെടും. അതന്നെ ബാത്റൂം പോയാലാണ്. എനിക്കൊരു പണ്ടൊരു വിചാരം ഉണ്ടായി, എന്താ അറിയോ, ഞാൻ ഭയങ്കര പാട്ടുകാരനാണെന്നാ. കാരണം എന്താ പറയുക, ഈ ബാത്റൂമിൽ നിന്ന് പാടുമ്പോ എക്കോ കേൾക്കുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ അറിയോ, ഇന്ത്യ പാട്ടാണ് പഠിച്ചത്, ഇന്ത്യ ഇത്ര അടിപൊളിയായിട്ട്. ഈ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഉണ്ടാവും മറ്റേ ഇപ്പം പാടി
മാതിരി അങ്ങനത്തെ ഒരു ഒച്ച. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ബാത്റൂമിന്റെ എക്കോ ആണ് ഇന്നെ ഇത്രയും ഇതിലേക്ക് എത്തിച്ചത്, ഇന്റെ അഹങ്കാരത്തേക്ക് എത്തിച്ചത്. അതേപോലെ തന്നെയാണ് മകനും. ഇപ്പൊ അജുന് അതാണ്, അജുന് വിചാരിപ്പോ എന്താ പറയുക, കക്കൂസ് പാടിയപ്പോ ഭയങ്കര പാട്ടുകാരനാണ്. ബാത്റൂമിൽ പുറത്തിറങ്ങുമ്പോ ഒരു മുഖത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഷോ കഴിഞ്ഞാൽ അല്ല ഓന് വലിയ ഈ യേശുദാസൊക്കെ ഷോ കഴിഞ്ഞിട്ട് വരുമല്ലോ, അതേമാതിരി വരുന്ന മാതിരി കണ്ട. അയ്യോ യേശുദാസ് അല്ല, എനിക്കൊരു വേടനാണെന്നൊരു ചിന്ത. വേടൻ കാണണ്ട. ചില സമയത്ത് ഡ്രസ്സൊക്കെ ഇട്ടാലും ഓന്റെ ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ അജു എന്തായാലും പാട്, ബാത്റൂമാന്ന് വിചാരിച്ചോ, ബാത്റൂമാ വിചാരിച്ചാ മതി, വേറൊന്നും കാട്ടണ്ട. പാടിക്കോ, ഓരോരുത്തർക്ക് സമയാക്കല്ലേ. ഞങ്ങളെ നീലഗിരിന്റെ അഹങ്കാരപ്പെട്ട സ്ഥലമാണ് ഇതൊക്കെ. കാരണം അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഊട്ടിയിലേക്ക് വരുമ്പോ ഈ സ്ഥലം നിന്ന് ആസ്വദിക്കാത്തവര് ചുരുക്കമുള്ളൂ. അത്ര ആൾക്കാരൊക്കെ യൂട്യൂബേഴ്സ് ആസ്തി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടണം കാണണം. ഇതൊക്കെ എല്ലാ കേരളക്കാരാണ്. ഞങ്ങളൊന്നല്ല, ഞങ്ങളൊന്നും ഇത്ര നമുക്കിത് പുത്തിരല്ല. ഞങ്ങളിത് ഡെയിലി ബാത്റൂമിൽ വരുന്ന മാതിരിയാണ്. അപ്പൊ ഓടി ചേച്ചൻ എന്താ ഇവനെ തൊള്ളറന്നവരും ബാത്റൂമിൽ അത് തന്നെ ഉള്ളൂ പറയാനേ. അല്ല കേസും കൂടി നോക്കിയേ, നമ്മളെക്കാട്ടി വലിയ യൂട്യൂബേഴ്സ്. സ്പോട്ടിൽ ഞങ്ങള് വരും. ഞങ്ങള് കണ്ടു ചടച്ചിട്ടുണ്ട് ഗൈസ്. മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് കേട്ടിട്ടില്ലേ, അതാണ്. കേരളാര് കുറേ ഉണ്ടല്ലോ. ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ നമ്മൾ ആ കൂടുവോ, മീറ്റിംഗ് കഴിഞ്ഞ് വരാൻ തന്നെ ലേറ്റാവും. 3, 4, 5, 5, 6 മണിയാവും. നല്ലൊരു പാട്ട് ഞാൻ പാടിത്തരാം. ഞാൻ പാടിന്റെ ശേഷം ഇവരൊക്കെ പാടിത്തരും കേട്ടോ. ഏതാ പാട്ട് വിടാം? അപ്പൊ നിർബന്ധിക്കണ്ടേ? നിർബന്ധിച്ചാൽ ഒന്നുകൂടി നല്ല ഉഷാറാക്കി പാടും. എന്നാ കട്ടെ, എന്നിട്ട് നമുക്കൊരു പാട്ട്. അപ്പൊ ഷൂസ്മേല കൂടി കാണിച്ചിട്ടാണ്, അവര് കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു വരുന്നല്ലോ കുറച്ച് ആൾക്കാർ പോവണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാതെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്താൽ അവരവർക്ക് നല്ലത്. ഇതാണ് ഇവിടെ കഴിഞ്ഞ മാസം ഒരു കുട്ടി മരിച്ചു പറഞ്ഞില്ലേ, ഒരു ചെക്കം. നമ്മളെ ഇതിന്റെ ഉള്ളിൽ കണ്ട കേറിയിട്ട് ആ മലന്റെ മേലെ കേറിയിട്ട് പാറന്റെ കുറച്ച് ഇറങ്ങിപ്പോയി. ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയപ്പോ എന്തായി, ആ ചെക്കനെ തേനീച്ച കുത്തിയിട്ടാണ് മരിച്ചിട്ട്. അത് ഈ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ഗൈസ്. ഒരു 2 കുട്ടികളെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പേപ്പറിലും ന്യൂസിലും എല്ലാ ന്യൂസിലൊക്കെ വന്നിരുന്നല്ലോ. കേരളത്തിൽ നിന്ന് തേനീച്ച കുത്തിയിട്ട് മരിച്ചു എന്നൊക്കെ പറ. അത് ഇവിടുന്ന കേട്ടോ, ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാട്ടോ. അപ്പൊ നമ്മള് നടുവട്ടം എത്തിട്ടോ. നടുവട്ടം കാണിച്ചു തരാം. നടുവട്ടം ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ അതാ ഇതാണ് എത്തേണ്ടില്ലേ നടുവട്ടം. നല്ല വടിയും ചായയും കിട്ടുന്ന സ്പോട്ടാണ്. ഛർദിക്കാൻ വരുന്നുണ്ട് ഇല്ല. നടുവട്ടം നമ്മൾ ഇഷ്ടപ്പെട്ടത് നടുവട്ടെത്തിയോ? ശനിയാഴ്ച ആയിട്ട് എന്താ ഒരു ആൾക്കൂട്ടൊന്നും കാണുന്നില്ലല്ലോ. താഴെ കേറണുള്ളൂ. എന്തോ ഇവിടെ ഉത്സവം ഉണ്ട്. അത് കാണിച്ചു കൊടുക്കുക, ഉത്സവത്തിന്റെ സാധനം. ഇതാണ് തേര് പോണ സാധനമാണിത് ഈ സംഭവം. എന്ത് രസമാണോ കാണാനില്ല. മരത്തിൻ്റെതാണ്. ഇതാണ് നമ്മുടെ നടുവട്ടം ബസ് സ്റ്റാൻഡ്. നിർത്ത ചെറി എന്താണ് വട. ഇവിടുന്നല്ല നന്ദട്ടിന്ന് നാട് കാണില്ല. വൃത്തിയില്ല, നമുക്ക് വൃത്തിയാണല്ലോ. ഇവിടെ ഓണാക്കിയില്ലേ. രസം നല്ലോണം. അപ്പൊ ഞങ്ങള് ഇവിടെ നമ്മളെ നടുവട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മേലെത്തിയപ്പോൾ ഒരു ക്ഷീണം, ഛർദിക്കാനൊക്കെ വരിക. അപ്പോൾ മെല്ലെ ഇവിടെ ഇറങ്ങിയതാണ്.
എന്തേരാ ഛർദിക്കാനുണ്ടോ? ലിസക്കോ? ലിസക്ക് എങ്ങനെയുണ്ട്? ഡാനിക്കോ? പരി മുത്തുമണി ഇതാരെ വാങ്ങി തന്നു? ആ പുട്ടുമ്മ വാങ്ങി തന്നതാ? ഇടക്കിടക്ക് പറയാൻ പറയണ പുട്ടുമ്മ കേട്ടോ. ഇതാണ് ഏറ്റവും ഛർദീൻ്റെ മോച്ചായ. ഈസലായി ഈസലായി നല്ല ആഴം ഇട്ടത്, നല്ല ആഴമുണ്ട്, മീനും ഉണ്ട്. ആ വെള്ളം ഭയങ്കര ഒരു വൃത്തികെട്ട വെള്ളമാണ്, കട്ടിയിലെ വെള്ളം. ഇവിടുത്തെ ഇതൊക്കെ പോകണം അങ്ങോട്ടാണ്, വേസ്റ്റൊക്കെ. അത്രയും വൃത്തികെട്ട വെള്ളം അത്. ഏതിപ്പോ? അത് പന്നിയല്ല, അത് പാറയാണത്. നല്ല ജോലിയാണ്, കിളിക്ക് സ്കൂളിൽ പോണ്ട, മദ്രസ പോണ്ട, പഠിക്കണ്ട, ജോലി നടക്കാം. അതെന്തരാ? എവിടെ? കിളിക്കിരേ? ഓ, അതേമാതിരി ഇങ്ങക്ക് കിടക്കണോ? എങ്ങോട്ട് വേണമെങ്കിൽ പോവാ, സ്കൂൾക്ക് പോണ്ട രേ. അതേമാതിരിയാണോ നിങ്ങൾക്ക് രേ? നിങ്ങൾക്ക് സ്കൂളിൽ പോവാ, നിങ്ങൾക്ക് തിന്നാന് പറഞ്ഞ് തൊള്ളാണ്ട് കാട്ടി തന്ന വാപ്പി മീൻ ഉണ്ടാക്കി തരും തിന്നാന്. ഓൽക്ക് അങ്ങനെയല്ല, ഓൽക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം തിന്നണമെങ്കിൽ. മണ്ണ് തോണ്ടിട്ട് പുയ് എടുത്തത് എന്തിരുന്ന് പുയ് അതാണ് ഒറ്റപ്പന്നി. ഹലോ ഗൈസ്, എന്താണ് ഈ ഒറ്റക്ക് നിൽക്കണേ? എന്താണ് എന്താണ്? അങ്ങനെയൊന്നും പറയല്ലേ, യൂട്യൂബിൽ വരില്ല അത്. ഓല് ഈ പ്രേക്ഷകർ വിചാരിച്ചു ഒരു ഫുള്ള് ഇങ്ങനത്തെ കുടുംബമാണ് ഇന്ന്. കോപ്പിറൈറ്റ് അടിച്ചു അല്ലേ? എന്നാ ശരി ബാബു ഡാ, വണ്ടി അവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് വരും കേട്ടോ. വേഗം എല്ലാവർക്കും ഫൈനാൻസിന്റെ മുമ്പ്. അപ്പൊ എനിക്ക് ഇന്ന ആർക്കും വേണ്ട, അതൊക്കെ കിടക്കുക അന്നത്തെ അങ്ങനെ കിടക്കുക. വണ്ടിയെ നോക്കുക, ഇപ്പൊ എപ്പോ വന്നാലും ഇവിടെ മൂത്രമൊഴിച്ചാനാട്ടോ ഗെയ്സ്. ഇവിടെ എത്ര ആൾക്കാർ ഇവിടെ നോക്കിയാൽ അല്ല ഗെയ്സ്, ഇവിടെ മൂത്രമൊഴിക്കാനാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടെ കാണാനും വലിയ ടൂറൊന്നുമല്ല. പക്ഷെ ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട്, ഇവിടെ ഒരു ബോട്ട് ഹൗസ് ഉണ്ട്. ഇതെന്താ കേരളക്കാർ നമ്മളെ തമിഴ്നാട്ടുകാരെ പറയിപ്പിച്ചാൽ ഇങ്ങനെ വളഞ്ഞ് കുടിച്ച് കയറുന്നു കേരളമാരെ. ഇത് കേരള വണ്ടിയാണ്. അതെ ഗൈസ്, ഇതാണ് നമ്മളെ പൈക്കാര ഡാം. ഇത് ഈ ഡാമില് ഫുള്ള് ഉള്ള ഇക്കാരം പണ്ടൊക്കെ ഇപ്പൊ ഉള്ളത്. ആരും എടുക്കണേ? ഫോൺ അങ്ങോട്ട് നോക്കുക, ഫോൺ അങ്ങോട്ടെങ്കിലും വെള്ളമില്ലാത്ത ഡാം ഇതൊക്കെ എടുക്കേ. കുതിരന്റെ സ്മെല്ലാണത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ജനങ്ങളാണ് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊണ്ടിരിക്കും. ഇനി പാട്ടിട്ടുണ്ട്. ചെറിയൊരു കുട്ടിപ്പോത്തൊക്കെ
നമ്മളങ്ങനെ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. കൊറേ വഴി മാറി പോയി. ഹലോ ഗൈസ്, അപ്പോ ഞങ്ങളന്ന് വഴി മാറ്റി വിട്ടു പോലീസുമാര്. കാരണം അവിടെ എന്തോ ഫുൾ റഷ് ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഊട്ടിയിൽ. എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ അവിടുന്ന് മാറ്റി വിട്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വഴി മാറി ഞങ്ങൾ അവസാനം ഊട്ടി എന്ന ടൗണിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അറിയാതെ പോലീസ് നോക്കാം. പോലീസിനെ മൈറ്റ് കഴിഞ്ഞ് സലാം പറഞ്ഞു. ഇതാരാണ് മമ്മൂട്ടിന്റെ ലുക്കിലും ഇതൊന്ന് മുണ്ടാ പോയിക്കോട്ടെ. അവിടെ കൈ വിളിക്കട്. അനാൻഷേ പിന്നെ ഇതെന്താ സംഭവം? ഇവിടെയും ചുറ്റി കറങ്ങണോ? അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പൊ ഇവിടുന്ന് നടന്നു പോണെന്നാണോ പറയണേ? വണ്ടി ഇവിടെ നിർത്തിയിട്ട് അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യാ ഗൈസ്. അല്ല ഗൈസ്, അപ്പൊ നമ്മള് ഊട്ടിയില് എത്തിയിട്ടോ. നമ്മളിവിടെ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നേരെ ഇവിടെയാണ് പാർക്കിംഗ് ആണുള്ളത്. അപ്പൊ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുള്ളത്. നമ്മുടെ വണ്ടി ലോക്കലല്ലേ. ഇവിടെ 80 റുപ്യാണ് പാർക്കിംഗ് പ്രൈസ്. ഇതിന്റെ ബോംബ് സൂം ചെയ്ത് എടുക്കല്ലേ ബോളാ പറയണേ. റൂമിലല്ല 0.5 തന്നെ. അവിടെ 80 റുപ്യാണ്. അത് നമ്മുടെ TN43 എന്ന് പറഞ്ഞപ്പോൾ 50 റുപ്യ ആക്കിയിട്ടുണ്ട്. അതപ്പോൾ ലാഭമില്ല. ശരി, വലിയ ലാഭമൊന്നുമല്ല. ഞാൻ വലിയ ലാഭം എന്ന് പറഞ്ഞാൽ സംഭവിച്ച് നിൽക്കുകയാണ്. അനു മുന്നിൽ പോ. അൽഹാൻ അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ ഫുൾ റഷാണ് കേട്ടോ ഗൈസ്. ഫുള്ള് റഷ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റഷാണ്. ഞാനൊക്കെ ഊട്ടിക്ക് വന്നിട്ട് മതിയായിക്കില്ല. പക്ഷെ എന്നാലും കണ്ടാവുക എപ്പോഴും ഇങ്ങനത്തെ ഒരു എപ്പോൾ വന്നാലും ഒരു പുതുമ കേട്ടോ. ഇവിടെ ഒന്ന് നോക്കി ആട് നോക്കിയെന്ന്. ഇതൊക്കെ നാളെ തിരിക്കും സെറ്റ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പണ്ട് നമ്മളെ ചെക്കന്മാരെ ബോക്സിങ് ടൂർണമെൻ്റ് ഒക്കെ നടക്കൽ ഇവിടുന്നാണ്. അനുരായി പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്ട്രെച്ചർ കേട്ടോ. എന്താ ചേട്ടി? ആ ബലൂൺ, അത്രയും വലിയ ബലൂൺ പൊട്ടിയ. ഞങ്ങളൊരു 4-5 ആൾക്കാർ വന്നു. 300 റുപ്യാണ് ഒരാൾക്ക്. 100 റുപ്യ ടിക്കറ്റ്. ചെറിയ ആൾക്കാർക്ക് ആർക്കും കൊടുത്തില്ല.
ശരി എന്നാ. ഒരു കാലത്ത് ഇതിനൊക്കെ 5 രൂപ 10 രൂപ ഉണ്ടായിന്. ഇപ്പം ഒരാൾക്ക് 100 റുപ്യാണ്. എന്താ ഇപ്പം ഇതിൻ്റെ കഥ? എന്താ ഫാസി ഈ സ്ഥലത്തിന്റെ പേരെന്താ? ബൊട്ടാനിക്കൽ ഗാർഡൻ. Guys, that garden, guys. Guys, that garden. ഈ ഗാർഡന്റെ പേരെന്താണ് മേമ? ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കലാണോ ബൊട്ടാനിക്കലാണോ? ബൊട്ടാനിക്കൽ. ഇതിനാണ് മൈക്ക് ആവശ്യം എന്ന് അറിയുന്നത്. നമ്മൾ അവിടുന്ന് പറഞ്ഞാൽ ഇതിൽ കേൾക്കും, പക്ഷെ മൈക്ക് എനിക്ക് ഈ ക്യാമറ പിടിച്ചിട്ട് വെള്ളം കൊണ്ടൊന്നും അറിയില്ല. നിങ്ങൾ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിനോ? ഇല്ല. നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞങ്ങള് ഇവിടെ മറ്റേ ചെറിയ ബോട്ട് ഹൗസില്ലേ, അത് അവിടെ പൈസ കൊടുക്കില്ലല്ലോ. കർണാട്ടിക് ഗാർഡനോ? ഏത് അങ്ങനെ തോന്നുന്നു. കർണാട്ടിക് ഗാർഡനിൽ പോയത്. ഹലോ ഗേയ്സ്, ഇവിടെ ഭയങ്കര കൂട്ടുകാർ ഗേയ്സ്, ഭയങ്കര രസമാട്ടോ. എനിക്കാണെങ്കിലോ നമ്മൾ മൈക്കല്ലാത്തതുകൊണ്ട് നമ്മളെ വ്ളോഗ് വന്നിട്ട് ദാരിദ്ര്യമാണല്ലോ, അപ്പോൾ മൈക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയണ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല സ്ഥലത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആകാത്ത ഈ ഒരു മൈക്കൾക്കും ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഇവിടെ ആൾക്കാർ ഇരിക്കാൻ പറ്റുന്നത്. അവിടെ ആണെങ്കിലും ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഫുൾ ബ്ലോക്കൊക്കെ വെച്ചിട്ടില്ല ഗേയ്സ്. ഗൈസ്, ഇവിടെ ഉള്ളിൽ കയറാൻ പാടില്ല. അവിടെ കണ്ടോ? അതെന്താ സംഭവം അറിയോ? എന്താ? ഒരു കുളമാണ് അതോ? ആ, ഇവിടെ ഈ പുല്ല് കാണാൻ നന്നായി, പക്ഷെ ഉള്ളിൽ കയറ്റില്ല. എന്താ ഇപ്പൊ കഥ നോക്കാം. അത്രയും പൈസ ഇട്ടിട്ട്. ഹലോ ഗൈസ്, 100 റുപ്യ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഈ മുഖാണ് എടുത്തിട്ടാണ് 100 റുപ്യ വെച്ചിട്ട് എടുത്തിട്ട് അവിടെ കയറാൻ വിടുന്നില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ഫ്ലവർ ഷോന്റെ വർക്കാണ് നടക്കുന്നത്. അപ്പൊ തുറന്നിടാൻ പാടില്ലേ? വെള്ളിയാഴ്ച ഫ്ലവർ ഷോ. എന്നാ ഒരു ടിക്കറ്റ് കമ്മിയാക്കണേ. ഭയങ്കര 100 റുപ്യക്ക് ഓവറാണ്. നമുക്ക് കേൾക്കാൻ വേണ്ടി സെറ്റ് ഗ്രൗണ്ട് ഇല്ല. പറയും എന്താ കാര്യം പറയും. എന്താ കർണാടക ഗാർഡനിൽ പോയിരിക്കാം. എന്തൊക്കെയുണ്ട് ഊട്ടി ഇപ്പോഴത്തെ കാലാവസ്ഥ? എങ്ങനെയുണ്ട് ഊട്ടിത്തെ? നല്ല കാലാവസ്ഥ. പക്ഷെ ഊട്ടി നമ്മളെ ഗുഡ്ലൂർ മാതിരി തന്നെ, വേറെ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സംഭവമൊന്നുമില്ല. ഈ പുല്ല് ഇവിടെ ഈ ഭംഗി ഇവിടെ കാണുള്ളൂ കേട്ടോ. എന്തരേ ഒറിജിനൽ പുല്ലാണുള്ളത്. ഇപ്പോൾ പറയ്, എനിക്ക് എന്താ പറയല്ലേ ഊട്ടി നമ്മളെ ഈ ഗാർഡനെ കുറിച്ച് എന്താ പറയല്ലേ? ഗാർഡൻ പൊളിയാണ്. പൊളിയാണ്. എനിക്ക് ജലദോഷം പിടിച്ചില്ലേ? അതാണ് പൊളിയാണ് പറയുന്നത്. അത് പൊളിയാണ്. ഇനി അടുത്താൾ പറയും എന്താ ഈ മുടി കാട്ടുവാസികളെ മരിച്ച് ഗിഫ്റ്റ് സ്കൂളിലെ പറയിപ്പിച്ചാനായിട്ട് പറയും. എന്നെ പറയും എന്തൊക്കെയാണ്? എന്ത് കയറ്റണീ? അവർക്ക് അതാണ് നമുക്ക് സങ്കടം. നമുക്കൊരു ഐഡിയ ചെയ്താലോ, ഇവിടുന്ന് ഒരു റണ്ണാണ് ചെയ്യുക. അങ്ങോട്ട് ഓടുക, അവിടുന്ന് വിസിലടിക്കും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഒരു ചിലപ്പോൾ നമ്മൾ ഒരു പുറത്തു വെക്കാനൊക്കെ നോക്കും. നമ്മളൊന്നും കേൾക്കരുത്. ചെവിയിൽ ഇതാ ഇങ്ങനത്തെ ഒരു സാധനം ചെവിയിൽ കണ്ടിടുക. എന്നിട്ട് കേൾക്കാത്ത മാതിരി ഒറ്റ പോക്ക്. മൈൻഡ് ചെയ്യാനേ പാടില്ല. ഏനെ അവിടെ കുറെ ഉണ്ട് സംഭവം. ഇത് കണ്ടിട്ടില്ലേ? പിന്നെന്താ പൊട്ടത്തരം പറയുന്നു. അവിടെ കുറെ എന്താണ് പറയും. ഇങ്ങോട്ട് വാ. അല്ല ഒരാൾ കമ്മി ഉണ്ടല്ലോ. അജു
അങ്ങോട്ടൊക്കെ അല്ലോ ഗേസ്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒറ്റ നമ്മളെ കൂട്ടം തെറ്റിയത് ഒരാൾ അവിടെ പോയി നിൽക്കണ്. ഇങ്ങോട്ട് വാ, വല്ലാണ്ട് ആസ്വദിച്ചാണ്. ഇങ്ങോട്ട് വാ, കണ്ണ് ഇതാ ഇവിടെ ഇങ്ങോട്ട് വാ, അതിന് പോലെ അതാ അങ്ങോട്ട് പോകുമ്പോളോ. ഇങ്ങോട്ട് വാ അനു, അനു അതിരി ഓടിച്ചു വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഓടിച്ചു വാ. വേം വാ, അന്നെ പോലീസ് ഓടിച്ചു. വേം വാ, ഓടിക്കോ. അത് ചവിട്ടാൻ പാടില്ല. ഇങ്ങോട്ട് പോ, പാപ്പൻ താത്തങ്ങനെ കൊടുക്കാറില്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് വാ, പോവാ, മേലെ പോവാ. സംഭവം വെളിയിലോ പിള്ളേരേറാതെ. ഒരു കുറെ മീനുണ്ടോ? ഇങ്ങോട്ട് വാ, അവിടുന്ന് പിള്ളേരേറാതെ വെളിയിൽ വാങ്ങി അങ്ങോട്ട് പോകാൻ പാടില്ല. ലോട്ടസ് ലോട്ടസ് ഗാർഡൻ. വെളിയിൽ വാച്ചു വീഴണ്ട കേട്ടോ. ഏതുപ്പാ ഇങ്ങോട്ട് നോക്കി. ഞങ്ങൾ അടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നെ അരി എടുത്തു പോട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരരുത്, മനസ്സിലായോ? ആനയെ പോയിക്കോണം. എന്തായി ഇന്ത്യ. ഇതാണോ ഇന്ത്യ? എന്താ പറയല്ലേ? എന്തേലും പറ. ഇജെന്താ ഈ കത്തം തീർക്കാൻ വന്ന മാതിരി വരുന്നി? ടൂർ വന്ന മാതിരി അല്ലല്ലോ എന്നെ മോച്ചായിരുന്നു. വേറെന്തോ മോച്ചായിരുന്നു. കളിക്കാൻ സ്ഥലമുണ്ടോ ഇവിടെ? കളിക്കാണ്ട് സ്ഥലം. പണ്ട് കാലത്ത് വന്ന ഓർമ്മയുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ കുറേ കാലം ഇവിടെ വന്നിട്ട്. ആ ഉണ്ട്, ഇതന്നെ കളിക്കാൻ സ്ഥലം. മനസ്സിലായപ്പോ മൈക്കിന്റെ ഉപയോഗം. മൈക്ക് എന്തായാലും മേടിക്കണം. അതിന് ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വലിയ ചാനലാകട്ടെ നമ്മളത് ഇൻഷാ അല്ലാഹ്. സംഭവം ഇപ്പോൾ നഫ്സി പറയുന്നുണ്ട്, എടീ നമുക്ക് ആദ്യം നമുക്ക് പൂച്ചെടി പെരിക്ക് ഉണ്ടാകല്ലോ. അപ്പോൾ പാസി വരാം, വേണ്ട മാന്തി പറയുന്നുണ്ട്. നഫ്സി പറയുന്നുണ്ട്, അപ്പോൾ പറയും ഉള്ളവരാ വിളിയിലോ. എങ്ങനെ പറ ഇജ്ജ് പറഞ്ഞോ? ഇജ്ജ് എപ്പോൾ പറയണം? പറഞ്ഞോ? എങ്ങനെയുണ്ട്? നിങ്ങൾ എന്താ അവിടെ ഒളിഞ്ഞെന്ന് പറഞ്ഞു വാസിച്ച്? ടച്ച് ചെയ്തിട്ടോ. ഇപ്പോ ഫാസിന് എന്താ പറഞ്ഞിട്ടുണ്ടാകാരോ നഫ്സി? ഫാസി മെല്ലെ പറിക്കും ഓരോ പൂവിൻ്റെ വിത്ത്. ഇപ്പോൾ അജു പറയാം, ഞാൻ പറിച്ച. അപ്പോൾ ലിസിയും പറയുന്നുണ്ട്, അമ്മ ഞാനും പറിച്ചുതരാം. അതാ നോക്കണ്ടേ നഫ്സി കള്ളനെ മാതിരി. പുടിയോനെ അനു നെപ്സി നമ്മളെ കാണുന്നേക്കെ നെല്ലി
എത്രങ്ങാനും ടൂറിസ്റ്റാണല്ലേ. എന്ത് ഓ അതാക്കണ ഈ മലയണ്ണ ഇതിപ്പോൾ ഇതിൻ്റെ സീസണാന്ന് തോന്നുന്നു. നമ്മളെ പെരിയിലുണ്ട് കുറേ ഇത് നമ്മളെ പേരിൻ്റെ അവിടെ. ഇതൊക്കെ കളിക്കാൻ പറ്റിയ തന്നെയല്ലേ. ഇജ്ജ് കളിച്ചോ? ഫുൾ സ്ലോ മോഷൻ. എന്ത് എന്താണ് എന്ത് ഈ സാധനത്തിന്റെ പേരാണോ അനു? ഇതേമാതിരത്തെ സാധനം അതിന്റെ മേലുണ്ടായിരുന്നു അവിടെ മേലെ. എന്താ ഇതൊക്കെ ഒരു കടയാണ്. പിള്ള മനസ്സാ. ഇവിടെ നിർത്താൻ അണിപ്പായും തരൂല. പറടാ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങള് സത്യത്തിൽ ഞാൻ ഈ ബൊട്ടാണിക് ഗാർഡനിൽ ഇടക്കിടക്ക് വരലുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇതിൻ്റെ മേലെ കയറൽ ആദ്യമായിട്ടാണോ. ഞാൻ പണ്ട് ഇതിൻ്റെ മേലെ കയറിയതാണ്. ഇതിൻ്റെ ഇനിയും ഉണ്ട്, ഇതിന് ഒന്ന് കാണിച്ചോക്കെ. അതിൻ്റെ മേലെ ഇനിയും ഉണ്ട് കാണാൻ. ഇവിടെ വാ, ഇനിയും കുറേ കാണാനുണ്ട്. പക്ഷേ ഞങ്ങൾ ചടച്ചു. ഒന്നാമത് ഇവരൊന്നും തിന്നിട്ടില്ല, ഞാൻ ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. ഇവർക്കുള്ള ശിക്ഷയാണ്, എൻ്റെ ഒപ്പം വരാൻ പാടില്ല. ഒന്നും വാങ്ങി കൊടുത്തില്ല. ഞാൻ പുറത്ത് പോയിട്ട് ചോറ് വാങ്ങി കൊടുക്കാം. എവിടെയും തക്കാളി ചോറ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ ഓനൊക്കെ ടെൻഷനായി. ഒന്നും വാങ്ങി കൊടുത്തിട്ട് അപ്പോൾ ഇൻഷാല്ലാ ഭയങ്കര കണ്ടോ ഒരു ലോഡുണ്ട്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കുറേ വ്യൂ ഉണ്ട്. അല്ല എന്ത് പറ്റിയനു? എന്താ എന്ത് അതാ കണ്ടോ വീരങ്കി കണ്ടോ? സൂം ചെയ്ത് ആ വീരങ്കിയിൽ ഇവിടെ കാണിക്കും. വീരങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഓൾസ് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഐഡിയ ഇവിടെ ഇരുന്നിട്ട്, നമ്മളിപ്പോൾ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഒരു ചെറിയൊരു ഓസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ അതിൽ കുറേ മുളകും പൊടി തിരികെ വെക്കുക. എന്നിട്ട് ആരെങ്കിലും ആയിക്കൂടെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റ കൂത്തി. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഒരു സൈക്കോ സ്വഭാവം ഇരിക്കല്ലേ, ഒരു സൈക്കോ. അതങ്ങനെ അവിടെ ഇരിക്കണ അതൊക്കെ ഒരു ആരും എടുത്തിട്ട് അതങ്ങനെ ഉള്ളിൽ കൂടെ നോക്കും. അപ്പം ഞാൻ ഇവിടുന്ന് ഊതും. എന്ത് കുത്തൂതും? സൂറന്ന കാകളത്തിയും അതാകണ ഊതും. നോക്കി ആ അപ്പം പോണ്ട്. നല്ല തീറ്റയാണല്ലോ. അപ്പോൾ എന്താ തിന്നണ്? കോഫി എന്താ എന്തിന്? പുള്ളിയോ? ഹലോ ഗൈസ്, അപ്പോൾ ഊട്ടി ഫുള്ള് തെണ്ടി വന്നു. പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിങ്ങിൽ പങ്കെടുത്തു. പിന്നെ അങ്ങനെ വന്നു. ഇനി നേരെ മുടി കേട്ടോ സ്വിച്ച് ഓഫ് ആകാനായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൻ അമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.